ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്രം സീരിയലിലെ ഇനി വരാൻ പോകുന്ന സീസൺ 2 റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തമിഴിലെ സീസൺ 2 കാണിക്കുന്ന ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ വേദയാണെങ്കിൽ ജില്ലാ കളക്ടറാണ്, ആന്ധ്രാപ്രദേശിലെ ആയിരുന്നു. അവിടുന്ന് ചില പ്രശ്നങ്ങൾ കാരണം വേദക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ ജില്ലാ കളക്ടറായിട്ട് കിട്ടാണ്. അതും നമ്മുടെ വേദ ജനിച്ചു വളർന്ന അതേ നാട്ടിലേക്ക് തന്നെ വേദക്ക് അവിടെ വരാൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഇപ്പൊ വേദക്ക് എല്ലാവരുടെയും ദേഷ്യവും പകയും മാത്രമാണ്. വേദയാണ് വേദയുടെ അച്ഛൻ ശങ്കരനാരായണനോട് പറഞ്ഞത്, വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ തന്റെ മകളെ അന്വേഷിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ പറയണം, വേദ മകളെ വയറ്റിൽ വെച്ചിട്ട് ഇല്ലാതാക്കി എന്നുള്ള കഥ പറയണോന്ന് പറഞ്ഞിട്ട് വേദയാണ് തന്റെ വീട്ടുകാരെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കേട്ടോ. അത് പ്രകാരം വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്നെ ആദ്യം വേദേനെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വേദ വയറ്റിൽ വെച്ചിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കി, അവളിപ്പോ എവിടെയാണ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ പറയണം. അപ്പം മുതൽ നമ്മുടെ വിക്രത്തിന് വേദയെടുത്ത് വല്ലാത്തൊരു ദേഷ്യവും പകയൊക്കെയാണ് കേട്ടോ. നാട്ടിലേക്ക് വേദയും കുഞ്ഞും എത്തിയിട്ട് പോലും കുഞ്ഞുണ്ടെന്നുള്ള കാര്യം വിക്രത്തിന് അപ്പോഴും അറിയില്ല. വേദ ജില്ലാ കളക്ടറായി വലിയ ആളായി സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു അമ്മ എന്ന രീതിയിലാണ് വിക്രം വേദേനെ കാണുന്നത്. രണ്ടുപേരും ഭയങ്കര ശത്രുക്കളാണ് കേട്ടോ ഇപ്പൊ സീസൺ 2 അങ്ങനെ നമ്മുടെ ശങ്കരനാരായണൻ ഫാമിലിക്കൊക്കെ അറിയാം കുഞ്ഞുള്ള കാര്യം. അവര് നമ്മുടെ വേദേനെ വീട്ടിൽ പോയി കാണുന്നുണ്ട്. വേദ വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ പോയി കാണുന്നുണ്ട്. അപ്പോഴാണ് വേദന മോൾക്ക് പോലും മനസ്സിലാവണത് തനിക്കൊരു മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വേദയുടെ മോളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശങ്കരനാരായണനെ കണ്ടു മതിയാവുന്നില്ല കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, ഇതൊരു ശീലമാക്കരുത്, നിങ്ങൾ ഇപ്പൊ വന്നത് കണ്ടത് കണ്ടു, ഇനി നിങ്ങൾ എന്റെ മോളെ കാണാൻ വേണ്ടി വരരുത്, ഞാനും എന്റെ മോളും എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടവരാണോ? നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, അച്ഛനുണ്ട്, അതുപോലെ തന്നെ മുത്തശ്ശിയുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തിയുണ്ട്, നിനക്ക് ബന്ധുക്കളുണ്ട്, നിനക്ക് നിന്റെ ഭർത്താവുണ്ട്, ഭർത്താവിന്റെ വീട്ടുകാരുണ്ട് എന്നൊക്കെ പറയുമ്പോ വേദ പറയുന്നുണ്ട്, ഇത്രയും വർഷം എനിക്ക് ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അതുപോലെ തന്നെ ഞാനും എന്റെ മോളും കഴിഞ്ഞോളാം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനി എന്റെ മോളെ കാണാൻ വേണ്ടി വരരുത് എന്ന് പറയണം. മുത്തശ്ശി പറയണ്ടേ, വേദേ നോക്ക്, വർഷക്ക് കുഞ്ഞുങ്ങൾ ഒന്നുമില്ല, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ദീപ്തിക്കും കുഞ്ഞുങ്ങളായിട്ടില്ല, ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആകെ ഒരു കുഞ്ഞെന്ന് പറയുന്നത് നിന്റെ മകൾ മാത്രമാണ്. അപ്പൊ ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, നീ വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശിയും ശങ്കരനാരായണനും അവിടെ ഞങ്ങൾ പോകുക കേട്ടോ. പിന്നീട് 2-3 ദിവസം കൂടുമ്പോ വീണ്ടും അവര് കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. മോൾക്കാണെങ്കിൽ അവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മോളെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് അതിൽ ഇത്ര വലിയ ദുഷ്ടനൊന്നും അല്ല കേട്ടോ. ശ്രീകാന്തിന് അതിൽ കുഞ്ഞുങ്ങളും ഇല്ല. ഒരു കുഞ്ഞ് ആവണ സമയത്ത് ഇവർ തന്നെയാണ് ആ കുഞ്ഞ് ഇല്ലാതാക്കിയതും. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ ഒരു ആഗ്രഹം, വേദ ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് കുഞ്ഞിനോട് വല്ലാത്തൊരു സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ വേദ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വിജി ഉണ്ട് അവിടെ. വിജിനോട് പറയുന്നുണ്ട്, കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ, വേദ വരുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുവന്നാക്കാം എന്ന് പറയാണ്. വിജി പറയുന്നുണ്ട്, അയ്യോ വേദ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അപ്പോ നമ്മുടെ മോള് പറയുന്നുണ്ട്, വിജയാന്റി ഞാൻ പോയിട്ട് വരട്ടെ, എന്റെ സ്വന്തം മുത്തശ്ശന്റെ വീട്ടിലേക്കല്ലേ, എന്റെ അമ്മയുടെ സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നതിന് ഇപ്പൊ എന്ത് തെറ്റാ ഉള്ളത്? അമ്മ വരുമ്പോ ഒരു 4-4:30 ആവും, ഞങ്ങളൊരു ഉച്ചക്ക് 3 മണിക്ക് മുമ്പായിട്ട് വരാം എന്ന് പറയാണ്. അത് പിന്നെ വേദ ആകെ പ്രശ്നമാകും, അതുകൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയണ്ട, അത് വേദ അറിയണ പേടിക്കണ എന്തിനാണ്? വിക്രത്തിന്റെ വീട്ടുകാരും അറിയോന്ന് വെച്ചിട്ടല്ലേ കുഞ്ഞുള്ള കാര്യം, അവരൊന്നും അറിയാൻ പോകുന്നില്ല. അഥവാ എന്റെ കയ്യിൽ വല്ല കുഞ്ഞിനെയും കാണണമെങ്കിൽ പോലും അതൊരിക്കലും വേദയുടെ വിക്രത്തിന്റെ കുഞ്ഞാണെന്ന് അവര് തെറ്റിദ്ധരിക്കത്തൊന്നുമില്ല. അവരെയൊക്കെ വല്ല കസിന്റെ കുഞ്ഞാണെന്ന് വിചാരിച്ചോളും. എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകുവാണ്. വീട്ടിലെല്ലാവരും കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. 2 ദിവസമായിട്ട് ഭയങ്കര പനിയാണ്. പനി കുറവൊക്കെ ഉണ്ട്, അതായത് പനിയൊക്കെ എന്നിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞിനെ കാണുന്നത് വല്ലാത്തൊരു വാശിയാണ് മുത്തശ്ശിക്ക് പ്രായമായി വരികയല്ലേ, ആകെ ഒരു കൊച്ചുമകളായിട്ടുള്ളത് ഇവള് മാത്രല്ലേ. അപ്പൊ ഇവളെ കാണുന്ന വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, ഞാനൊന്ന് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം എന്ന് പറയാണ്. അപ്പൊ വിജി പറയുന്നുണ്ട്, ശരി പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം കേട്ടോ, വേദ അറിഞ്ഞിങ്ങനെ പിന്നെ ഒരിക്കലും അവിടേക്ക് നിങ്ങൾക്ക് ഇനി കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാ എനിക്കറിയാം വിജി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കൊണ്ടുവരാം, നമുക്ക് പോയാലോ മോളെ, ഞാൻ എപ്പോഴേ റെഡി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. വിജിക്കാണെങ്കിൽ ആകെ പേടിയാവാണ്, കാരണം വേദ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നു. അങ്ങനെ ശ്രീകാന്ത് പോകുന്ന വഴിക്ക് കുഞ്ഞിന് ഐസ്ക്രീമും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിച്ചെടുക്കും കേട്ടോ. വേറെ എന്തൊക്കെയാ മോൾക്ക് വേണ്ടേന്ന് ചോദിക്കുമ്പോ, എനിക്ക് വേറൊന്നും വേണ്ട, അത് കൊള്ളാലോ, സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേര് കളിപ്പാട്ടം വേണം, മിഠായി വേണം, പാർക്കിൽ പോകണം, ബീച്ചിൽ പോകണം എന്നൊക്കെ പറയും. മോള് പക്ഷെ എന്താ എവിടെയും പോണെന്ന് പറയാത്തത്? അത് എനിക്കതൊന്നും വേണ്ടാത്തത് കൊണ്ടാ. എന്നാലും മോൾക്ക് 2 കളിപ്പാട്ടം ഈ അങ്കിള് വാങ്ങിച്ചുതരാം എന്ന് പറഞ്ഞിട്ടൊരു കളിപ്പാട്ടം വലിയൊരു സ്റ്റോറിൽ കൊണ്ടുപോട്ടോ. എന്നിട്ട് ഒരു ടോയ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഈ ടോയ് വേണോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ മോൾക്ക് ഒരു സൈക്കിളാണ് ഇഷ്ടമാണത്. ഈ സൈക്കിള് മതി എന്ന് പറയാണ്.
ിക്കുന്നുണ്ട് മോൾക്ക് സൈക്കിൾ ചവിട്ടാനൊക്കെ അറിയാവോ? അയ്യോ എനിക്കറിയില്ല എന്ന് പറയാണ്. ആ കുഴപ്പമില്ല, സൈക്കിൾ മേടിക്കാം, എന്നിട്ട് അങ്കിള് പഠിപ്പിച്ചു തരാം. അത് ഒരു ദിവസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല, പതുക്കെ പതുക്കെ പഠിക്കാൻ പറ്റുള്ളൂ, പരമാവധി ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സൈക്കിൾ മേടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും സമയം ഏകദേശം 1 മണിയായിട്ടോ. അപ്പൊ ശ്രീകാന്ത് അച്ഛനോട് പറയണ്ട, അച്ഛാ ഞാനൊരു 2 മണിയാകുമ്പോ കുഞ്ഞെ തിരിച്ചു കൊണ്ടുപോകട്ടോ, അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. ശരി മോനെ, എന്നാ ഭക്ഷണമൊക്കെ കഴിച്ചില്ല, നീ വേണമെങ്കിൽ പതുക്കെ ഇറങ്ങിക്കോ. അല്ല മോൾക്കൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്, മോളെ സൈക്കിൾ തൊട്ടാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കട്ടെ, ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടേ ആക്കാം എന്ന് ശ്രീകാന്ത് പറയാണ്. ശരി എന്ന് ശങ്കരനാരായണനും പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ സൈക്കിൾ തൊട്ട് അവിടെ പഠിപ്പിക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ പതുക്കെ ഇങ്ങനെ ചവിട്ടണം ഇങ്ങനെ ചവിട്ടണം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മോള് പഠിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയണ്ട അച്ഛനോട്, അച്ഛാ കണ്ടില്ലേ നമ്മുടെ വേദന പോലെ തന്നെയാ മോള്, അവൾ എന്തെങ്കിലും ഒന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കും. അവൾക്ക് ഇഷ്ടപ്പെടാത്തത് മാത്രമേ അവള് ചെയ്യാതിരിക്കുള്ളൂ, പക്ഷെ പഠിക്കണമെന്ന് വെച്ച കാര്യങ്ങൾ അവള് സ്പീഡിലെല്ലാം പഠിച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെയാ മോളും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ മോള് സൈക്കിൾ ഇട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശങ്കരനാരായണനും അതുപോലെ തന്നെ ശ്രീകാന്തും. പക്ഷെ മുമ്പിലെ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവര്, കാരണം ശ്രീകാന്ത് ഡോർ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ മോളിങ്ങനെ സൈക്കിൾ ചവിട്ടിന് ആ ഒരു ആവേശത്തിൽ റോട്ടിലേക്ക് ഇറങ്ങാണ് സൈക്കിളും കൊണ്ടിട്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് ശങ്കരനാരായണൻ മോളെ റോട്ടിലേക്കൊന്നും പോവല്ലെന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് റോട്ടിലെത്തുമ്പോഴേക്കും അതൊരു റോഡ് സൈഡിൽ വണ്ടികളൊക്കെ പാനും ചീറിയും പോകണമല്ലോ. പെട്ടെന്ന് ഒരു 2 പയ്യന്മാര് ബൈക്കിൽ വരുമ്പോഴേക്കും ആ ബൈക്ക് മോളുടെ സൈക്കിളിലേക്ക് തട്ടുന്നുണ്ട്. മോള് ജസ്റ്റ് ഒന്ന് വീഴുന്നേ ഉള്ളൂ, കയ്യും കാലൊക്കെ ഒന്ന് മുറിയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ഈശ്വര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് മരുന്നൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഇത് അപ്പൊ തന്നെ അവരുടെ വേദം അറിയുന്നുണ്ട് കേട്ടോ. കാരണം വേദ അന്ന് 3 മണിയാകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് വരണം. അപ്പൊ വിജി എടുത്ത് ചോദിക്കേണ്ട മോൾ എവിടെയും ചോദിക്കുമ്പോ സത്യങ്ങളൊക്കെ വിജിക്ക് പറയേണ്ടി വരുവാണ്. ശേഷം അച്ഛനെ വിളിക്കേണ്ട, അച്ഛ എന്റെ മോൾ എവിടെ, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറ, ഈ പരിപാടി നടക്കില്ല കേട്ടോ, ഇനി മേലാൽ എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാണ്. മോളെവിടെ, അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, മോൾക്ക് ചെറിയൊരു അപകടം, പേടിക്കാനൊന്നുമില്ല, അവളെയും കൂട്ടിക്കൊണ്ട് സ്ത്രീ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഏത് ഹോസ്പിറ്റൽ, അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നെയിം ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും ഡോക്ടറോട് ചോദിക്കാൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ മോള് സൈക്കിൾ ചവിട്ടി റോഡിലേക്ക് വീണപ്പോ ഏതൊരു ബൈക്ക് വന്നിട്ട് തട്ടിയതാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും വേദക്ക് ദേഷ്യം വരെയാണ്. ശ്രീകാന്തിനോട് പറയണ്ട്, നിങ്ങൾ എന്റെ മോളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടത്, ഇതോടെ നിർത്തിക്കോ, ഇനി എന്റെ മോളെ കാണാനോ സംസാരിക്കാനോ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാനോ വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വഴക്ക് പറയണ്ട്. അതിനുശേഷം സുഡർ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും മോളെയും വഴക്ക് പറയട്ടോ, മോളെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, എന്നോട് അനുവാദം ചോദിക്കാതെ മാത്രം പോവാൻ നീ ആയല്ലേ, അപ്പൊ ഇത്രയും നാളെ വളർത്തി വലുതാക്കി അമ്മേനെ നിനക്ക് വേണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദ ഭയങ്കരമായിട്ട് വിഷമിക്കുക കേട്ടോ. അത് കാണുമ്പോ മോള് പറയണ്ട്, അമ്മേ ഞാൻ അമ്മക്ക് വാക്ക് തരുവാണ്, ഇനി ആര് വന്ന് വിളിച്ചാലും ഞാൻ ഒരിക്കലും പോവില്ല, അമ്മയുടെ അനുവാദം ചോദിക്കാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.